നമസ്കാരം. എന്താണ് ഈഗോ, അഹംഭാവം എന്ന് നമ്മൾ പറയുന്ന ഈഗോ ശരിക്കും നല്ലതാണോ? ഒരു മനുഷ്യന് അവനെക്കുറിച്ചൊരു തോന്നലുണ്ടാവുന്നു, അവനെക്കുറിച്ച് ആത്മവിശ്വാസം ഉണ്ടാവുന്നു, അതും ഒരു തരത്തിൽ ഈഗോ തന്നെയല്ലേ? പക്ഷെ ഇത് കൂടിയാലും കുറഞ്ഞാലും ഒരുപോലെ അപകടമാണ്. ഈഗോ കുറവുള്ള ഒരാൾക്ക് എപ്പോഴും ഞാൻ അത്ര പോരാ എന്ന് തോന്നും. ആരെങ്കിലും എപ്പോഴും അഭിനന്ദനങ്ങൾ നൽകിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും വിലയില്ലാത്തതുപോലെ, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിക്കും. എങ്കിൽ ഈഗോ അധികമായാൽ എന്ത് സംഭവിക്കും? ഈഗോ അധികമാവുന്ന ഒരു മനുഷ്യൻ എപ്പോഴും അവനെ കുറിച്ച് സംസാരിക്കും. ഞാൻ, എന്റേത്, എന്റെ നേട്ടങ്ങൾ, എന്റെ കഴിവ് എന്ന രീതിയിൽ. അതെപ്പോഴും അവനെ പൊതുസമൂഹത്തിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നവർക്ക് മറ്റുള്ള ഒരാളെ അംഗീകരിക്കാനോ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോട് ഒരു മതിപ്പുണ്ടാവാനോ സാധ്യതയില്ലാതെ വരും. ഒരു തെറ്റ് പറ്റിയാൽ ഒരു സോറി പറയാൻ പോലും തോന്നിയെന്ന് വരില്ല. പൊതുസമൂഹത്തിൽ ഒരു മനുഷ്യനെ അവഗണിക്കുന്നത്, അവൻ എൻ്റെ അത്രയും പോരാ എന്ന് തോന്നുന്നത് ഈഗോയുടെ ഒരു ഭാഗം തന്നെയാണ്. ഈഗോ എപ്പോഴും ഒരു മനുഷ്യൻ അവന്റെ കഴിവുകളെ പോലും അംഗീകരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തും. എത്ര ഉയർച്ചയിലുള്ള ഒരാളാണെങ്കിലും ഞാൻ എന്തോ വലിയ സംഭവമായി പോയി എന്ന് തോന്നി തുടങ്ങിയാൽ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. എപ്പോഴും ഇരയാക്കപ്പെടുന്നവരോടൊപ്പമാണ് പൊതുസമൂഹം നിലനിൽക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഈഗോ ഉള്ള മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റുമില്ലേ? ഒരുപാട് പേരുണ്ട് അങ്ങനെ, അല്ലെ? ഇവരിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കിട്ടുന്നത്. അവരോടൊപ്പം ഒരു ചടങ്ങിന് പങ്കെടുക്കുമ്പോൾ അവർക്ക് വില കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ആ ചടങ്ങ് അവർ അലങ്കോലമാക്കും. അവർക്കൊരിക്കലും തോൽവി എന്ന് പറയുന്ന ഒരു സാധനം അംഗീകരിക്കാനേ സാധിക്കില്ല. തോൽവി അംഗീകരിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മറ്റൊരാളെ ജയിക്കാനും ഇവർ അംഗീകരിച്ചു എന്ന് വരില്ല. മറ്റൊരാളുടെ ജയം, അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, അവരുടെ കഴിവുകൾ മനസ്സ് തുറന്നൊന്ന് അഭിനന്ദിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് ഈഗോ കൂടുതലുള്ള മനുഷ്യർ മാറിപ്പോകും. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവഗതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട്? ഇങ്ങനെയുള്ളവരെ ആ നിറപുഞ്ചിരിയോടുകൂടി തന്നെ നേരിടുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യര് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി നമ്മളുടെ നല്ല ചിന്തകളെയും നമ്മുടെ ഏറ്റവും മികച്ച നമ്മുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ ഒന്നും തകർക്കാത്ത രീതിയിൽ അവരെ കൈകാര്യം ചെയ്തു വിടാൻ ആ ചിരി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഈഗോ ലെവൽ എവിടെ നിൽക്കുന്നു? നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ മതിപ്പില്ലാതിരിക്കുകയാണോ? അതോ നമ്മൾ നമ്മളെക്കുറിച്ച് അധികമായി ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ടോ, മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന്. പിന്നീട് ഒരു മനുഷ്യന്റെ കഴിവുകൾ അവന്റെ ചുറ്റുമുള്ളവർ അംഗീകരിക്കുമ്പോൾ തന്നെയാണ് അതിന് ഏറ്റവും മികവും പൊലിവും ഒക്കെ ഉണ്ടാവുന്നത് എന്നുകൂടി ഈ സാമൂഹിക ജീവിയായ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സ്വയം പരിശോധനയ്ക്കുള്ള ഒരു സമയമാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു.